ദൈവത്തിന്റെ ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ച് മറ്റു ഇടവകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ പെസഹ അനുഭവിച്ച പലരും ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഒരു പെസഹ കൂടി അനുഭവിക്കാൻ ലഭിച്ച ഭാഗ്യത്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ പാസ് ഓവർ അല്ലെങ്കിൽ കടന്നുപോകുന്നു. യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പെസഹ. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുമായി അവസാനമായി പെസഹ ആചരിച്ച സമയത്താണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. കർത്താവിന്റെ അന്ത്യത്താഴ് യഹൂദന്മാരുടെ പെസഹയുടെ തലേ ദിവസമായിരുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം, ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുർബാന സ്ഥാപനത്തെ കുറിച്ചും കുർബാന ഒരുക്കത്തോടെ ഭക്ഷിക്കുന്നതിനെ കുറിച്ചും. ഈ വിഷയത്തെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത സ്വതന്ത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കുർബാന സ്ഥാപനത്തെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ അന്ത്യ അത്താഴത്തെ കുറിച്ച് ഏറ്റവും ആദ്യം എഴുതിയ ഒരു ലേഖനമാണ് നമ്മൾ വായിച്ചത്. വേദ പുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യം എഴുതിയ സുവിശേഷം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ്. ഈ മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നതിനും 8 വർഷം മുമ്പാണ് ഇപ്പൊ വായിച്ചു കേട്ട ഭാഗം എഴുതിയിരിക്കുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ വായിച്ചു കേട്ട ഭാഗങ്ങളെല്ലാം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. കാരണം വിശുദ്ധ സഭ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇവിടെ പഴയ ദൈവത്തിൽ യഹോവയായ ദൈവം ജനങ്ങൾക്ക് ഒരുപാട് ഉടമ്പടികൾ കൊടുത്തതാണ്. എന്നാൽ പുതിയ ദൈവത്തിൽ കുർബാന സ്ഥാപനത്തിലൂടെ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ഒരു നിയമമാണ് സ്ഥാപിക്കുന്നത്. നിയമം അല്ലെങ്കിൽ ടെസ്റ്റമെന്റ് എന്നുള്ളത്. ടെസ്റ്റമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം, അതായത് ഒരാൾ തന്നെ ജീവിത അവസാനത്തിൽ തന്റെ പിന്തുടർച്ചക്കാരോട് കൊടുക്കുന്ന സന്ദേശം എന്നാണ് ടെസ്റ്റമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു തന്റെ അന്ത്യ അത്താഴത്തിൽ പറയുന്ന വാക്കുകൾ ഈ അർത്ഥത്തിൽ വേണം, ഈ ഒരു പശ്ചാത്തലത്തിൽ വേണമെന്ന് മനസ്സിലാക്കുക. അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ആദ്യ രൂപങ്ങളാണെന്ന് അപ്പോസ്തല ഭരണഘടനയിൽ സൂചിപ്പിക്കുന്നു. കൊരിന്ത്യരോട് വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ഇവിടെ നമ്മൾ വായിച്ചു. അപ്പൊ എന്റെ ഓർമ്മയ്ക്കായി ഇവിടെ ചെയ്യുന്നു. ഇവിടെ ഓർമ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു ഓർമ്മയല്ല, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ സാന്നിധ്യത്തോട് കൂടെയുള്ള ഓർമ്മ. അപ്പവും വീഞ്ഞും യഥാർത്ഥമായി തിരുശരീര രക്തങ്ങളായി മാറുന്നത് ഈ ഒരു ഓർമ്മയെ ചെയ്യുമ്പോൾ. അപ്പൊ ആദിമ സഭാപിതാവായ വിശുദ്ധ അത്താനാസ്യോസ് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥനകളും ആവാഹനങ്ങളും നടക്കാത്തിടത്തോളം കേവലം അപ്പവും വീഞ്ഞും മാത്രമാണ്. എന്നാൽ മഹത്തരവും അത്ഭുതകരവുമായ പ്രാർത്ഥനകൾ ഉരുവിട്ട് കഴിയുമ്പോൾ അപ്പം യേശുവിന്റെ ശരീരമായി മാറും, പാനപാത്രത്തിലെ വീഞ്ഞ് രക്തമായി തീരും. സഭ ക്രിസ്തുവിന്റെ ശരീരത്തോടും രക്തത്തോടും സംയോജിക്കപ്പെടും. കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്ത ഈ പുതിയ നിയമം യഥാർത്ഥത്തിൽ യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ളതാണ്. അതായത് യിരെമ്യാ പ്രവാചകന്റെ 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്കുകൾ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം
ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാണ്: ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആവാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പൊ പുതിയ നിയമത്തിൽ കുർബാന സ്ഥാപനത്തെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രശ്നമായ പൗലോസ് ശ്ലീഹ രേഖപ്പെടുന്നു. കുർബാന എന്നത് അതിമഹത്വവും അതിശ്രേഷ്ഠവും പരിശുദ്ധവും. അപ്പൊ അത് കൈക്കൊള്ളുമ്പോൾ അതിൻ്റെതായ ഒരുക്കത്തോടുകൂടി കൈക്കൊള്ളണമെന്നും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 11-ാം അധ്യായത്തിൽ തന്നെ 11-ാം അധ്യായത്തിൽ 27 മുതൽ 32 വരെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാണ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യണം. തിന്നുകയും കുടിക്കുന്നതും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകും, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. ഇവിടെ മേൽ പറഞ്ഞ വാക്യങ്ങളിൽ ഒരു കുർബാന അനുഭവിക്കാൻ പോകുമ്പോൾ എത്രമാത്രം ഒരുക്കത്തോടെ പോകണമെന്നാണ് പരിശുദ്ധനായ പൗലോസ് സൂചിപ്പിക്കുന്നത്. ഒരുക്കത്തോടെ കുർബാന അനുഭവിക്കുന്നവർക്ക് അത് രക്ഷയ്ക്ക് കാരണമായി തീരും. അതല്ലാതെ ഒരുക്കമില്ലാതെ അനുഭവിക്കുന്നത് അത് ശിക്ഷയ്ക്കും മരണത്തിനുമായി കാരണമായി തീരും. ഇപ്പൊ പൗലോസ് സൂചിപ്പിക്കുന്നു, കൊരിന്ത്യ സഭയിൽ പലരും രോഗികളായി, പലരും ബലഹീനരായി, പലരും മരിച്ചുപോയി എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ദൈവത്തിന്റെ ന്യായവിധിക്ക് പാത്രമായി തീരാതിരിക്കുക, അവനവനെ ശോധന ചെയ്തിട്ട് വേണം കർത്താവിന്റെ തിരിച്ചറിഞ്ഞ ഭക്ഷിക്കുക. പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നമ്മൾ കണ്ടുവരുന്നത് കുർബാന അനുഭവത്തിന് അവിടെ ഓർത്തഡോക്സ് സഭകളിലെ പോലെ വലിയ ഒരുക്കങ്ങളൊന്നും. പക്ഷെ ഓർത്തഡോക്സ് സഭയിൽ വ്യക്തമായ ഒരുക്കത്തോടുകൂടി മാത്രം ഒരാൾക്ക് കുർബാന അനുഭവിക്കാൻ ഇവിടെ സമ്മതിക്കുന്നുണ്ട്. ശരിയായ ഒരുക്കത്തോടെ വിശുദ്ധ കുമ്പസാരം കൈക്കൊണ്ട് അനുതാപത്തോട് വരുന്നവർക്ക് മാത്രം കുർബാന നൽകപ്പെടുന്നു. ശാരീരികമായ വിശുദ്ധിയും ഉപവാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുക്കം പൂർത്തിയാകൂ. ഇപ്പൊ കർത്താവ് സ്ഥാപിച്ച കൂദാശയാണ് വിശുദ്ധ കുർബാന. നമുക്ക് എല്ലാ കൂദാശകളും പൂർത്തിയാകുന്നത് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതോടെയാണ്. വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യും. ഒന്നാമത് പാപമോചനം, രണ്ടാമത് നിത്യജീവൻ. വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നിത്യജീവൻ ലഭിക്കുന്നു. അനുതാപത്തിലൂടെ ചെയ്യുന്നവർക്ക് അനുഗ്രഹത്തിനും, അനുതാപമില്ലാതെ ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്കെല്ലാം ശാപത്തിനും മരണത്തിനുമായി ഇത് കാരണമായി. കർത്താവിന്റെ തിരുവത്താഴത്തിൽ പങ്കെടുത്ത 2 ശിഷ്യന്മാരുടെ അനുഭവം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ കർത്തവ്യത്തിൽ നിന്ന് വിടുവാം. നമുക്ക് കർത്താവിന്റെ തിരുവത്താഴത്തിൽ 2 ശിഷ്യന്മാർ, അതിനുശേഷം 2 ശിഷ്യന്മാർ കർത്താവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും. ആരൊക്കെയാണ് 2 ശിഷ്യന്മാർ? ഒന്ന് പത്രോസ്, മറ്റൊന്ന് ഇസ്കറിയാത്ത യൂദ. അല്ലെ, ഈ 2 ശിഷ്യന്മാരെ കർത്താവിനെ വേദനിപ്പിച്ചവരാണ്. ഇവര് 2 പേരും കർത്താവിന് കുർബാന അനുഭവിച്ചവരാണ്. ഇവർ 2 പേരും 3.5 വർഷം കർത്താവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളും എല്ലാ പ്രവർത്തനങ്ങളിലും ദൃഷ്ടാക്കികളുമാണ്. പക്ഷെ ഇതിൽ ഒരാൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, മറ്റേ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അപ്പൊ കർത്താവിനെ ആരാണ് കൂടുതൽ വേദനിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂദായല്ല, അത് പത്രോസാണെന്ന് പറഞ്ഞിട്ട്. കാര്യം പത്രോസ് 3 പ്രാവശ്യം കർത്താവിനെ ആവർത്തിച്ച് തള്ളിപ്പറഞ്ഞു. പക്ഷെ യൂദാ ഒന്നും ചെയ്തില്ല, ഒരു ഉമ്മ കൊടുത്തു മാത്രമേ ഉള്ളൂ, ചെറിയ ചുംബന മാത്രമേ കൊടുത്തു. പക്ഷെ ഇവിടെ 2 പേര് തെറ്റുകാരാണെങ്കിലും പത്രോസിനെ ചെയ്ത തെറ്റിൽ അനുഭവിക്കുന്നതുകൊണ്ട് പത്രോസിലേക്ക് നിത്യജീവൻ ലഭിക്കും. അതേസമയം കഠിന ഹൃദയനും ദ്രവ്യാഗ്രഹിയുമായ യൂദാശ്ലീഹ ചെയ്ത തെറ്റിൽ അനുഭവിക്കുന്നില്ല, ഒരു ആത്മഹത്യ നിത്യ നരകത്തിലേക്ക് പോകും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പത്രോസിലെ ഇതുപോലെ 1 അല്ല 2 അല്ല 3 അല്ല പലവട്ടം നമ്മൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസ് ചെയ്തതുപോലെ
അനുതാപത്തിന്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് വിശുദ്ധ കുംഭസാരത്തിലും കുർബാന അനുഭവത്തിലും വെളുപ്പും വിശുദ്ധിയുള്ളവരെ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിന് ഈ പെസഹായിലെ കുർബാന അനുഭവം നമ്മെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും നയിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ മുഖ നമ്മെ എല്ലാവരും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കുർബാനാനുഭവത്തെ സംബന്ധിച്ച് നല്ല അനുഗ്രഹീതമായൊരു സന്ദേശമാണ് ഇപ്പോൾ ലഭിച്ചത്. ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നാളെ ഈ മക്കളായിരിക്കുന്ന വേറൊരാളാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം നൽകുന്നത് ക്രിസ്തീയമായി നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഇന്നത്തെ വചനത്തിന്റെ ഒരു വാക്കുപോലും മാറ്റിക്കളയുവാൻ പാടില്ലാത്തവണ്ണം ഈ ആശയസമ്പുഷ്ടമായി പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള നന്ദി, അതോടൊപ്പം അഭിനന്ദനങ്ങൾ അപ്പൂനെ അറിയിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരായിട്ട് വന്ന് ഭയഭക്തിപൂർവ്വം വിശുദ്ധ കുർബാന സ്വീകരിച്ച് പോകണം. ഇന്ന് ഇതിന് ശേഷം കൈവത്തൊന്നുമില്ല. കുർബാന അനുഭവിച്ചിട്ട് ഒരുക്കിയിരിക്കുന്ന നേർച്ചയപ്പം ഭക്ഷിച്ച് തിരികെ പോകാം.